കൊടുക്കാനും ഈ ഇബാദത്തുകൾ കുറ്റമറ്റ രീതിയിൽ ചെയ്യാനും ഈ ക്ലാസിനെ അള്ളാഹു ഒരു മുതൽക്കൂട്ടാക്കി മാറ്റി തരുമാറാകട്ടെ. ആമീൻ. ഇത് നമുക്ക് ഉമ്മക്ക് പോകാം. അപ്പൊ കാബയെ സംക്ഷിപ്തമായ രീതിയിൽ ഒന്ന് പരിചയപ്പെട്ടു. കാബയിലെ വിഭവങ്ങളെയും പരിചയപ്പെട്ടു. ഓരോന്നിന്റെയും ചരിത്രം വിശാലമായി പറയാൻ നമുക്ക് സമയം ഇല്ല. ഇനി നമുക്ക് ഉംറക്ക് പോകുമ്പോ എന്തെല്ലാമാണ് ആമുഖം എന്നറിയോ? ഒറ്റ വാക്കില് ഉംറ ഹജ്ജ് പോലുള്ള സംഗതിക്ക് പോകുമ്പോൾ മുശാവറ ചെയ്യുക, ഇസ്തിഖാറത്തിന്റെ റക്അത്ത് നിസ്കരിക്കുക, ഇതൊക്കെ ആമുഖങ്ങളിൽ പെട്ടതാണ്. കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്. അതായത് നിങ്ങൾ ഉംറക്ക് ഹജ്ജിനൊക്കെ ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെ പോകാൻ നല്ലത്, ഏത് മാസം പോകാൻ നല്ലത്, ആരുടെ കൂടെ പോകാൻ നല്ലതൊക്കെ അനുഭവസ്ഥരോട് പരിചയമുള്ളവരോടൊക്കെ ചോദിച്ചാൽ ഒരു കാര്യം നമ്മളെല്ലാവരും നമ്മളെ മക്കയിൽ വരാൻ കാരണം എന്താണ്? പൈസ ഏറ്റവും കുറവ് ഉണ്ടാവില്ല. പൈസ ഏറ്റവും കുറഞ്ഞ സർവീസ് മക്ക കൊടുക്കലില്ല. ഏറ്റവും കുറഞ്ഞ ചെലവില് ഏറ്റവും നല്ല സർവീസ് എന്ന് പറഞ്ഞാൽ അത് തയ്യാറായ രാജ്യമാണ്. അത് ഒരിക്കലും നടക്കൂല. എങ്ങനെ നടക്കുക? ഏറ്റവും കുറഞ്ഞ ചെലവിൽ നല്ല സർവീസ് കൊടുക്കുക. അത് കേട്ടാൽ തന്നെ ഒരു വെട്ടിത്തയില് അടങ്ങിയിട്ടുണ്ട്. അത് നടക്കൂല. ഒരു മാന്യമായ നിരക്ക് വാങ്ങിയിട്ട് നല്ല മുന്തിയ സർവീസ് കൊടുക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ചാർജ് എത്രയാണെന്ന് നമുക്ക് അറിയില്ലേ? എത്രയാണ്? 87 രൂപ, 88 രൂപ, 87 ആയിട്ട് എത്രയാണ് കൊടുക്കുക? ഈ ഡിസംബർ ജനുവരി പുട്ട മാസമാണ്. ടിക്കറ്റൊക്കെ നമ്മുടെ കൈക്കറി ഒഴുക്കി പോയി. ഭയങ്കര കൂടുതൽ. 2 മക്ക മദീന അപ്പാന് കൊടുക്കുന്ന ഹോട്ടലുകൾ പോണ ഹോട്ടൽ ഫാരിസ് അലിയാണ്. മനാസിൽ മസാഫിയോടൊപ്പം നാളെ ഞാൻ പോകുന്നത് 24-ാം തീയതി വല്ലതും 31-ാം തീയതി വല്ലതും. ബാക്കി ഈ മാസം 20-ാം തീയതി വല്ലതും അടുത്ത മാസം വരുന്ന 5 ട്രിപ്പും ഒക്കെ ഫാരിസ് അജിയാദ് എന്ന് പറഞ്ഞ അടുത്താണ്. ഇത്രയും തിരക്കുള്ള ഈ ഷാബാമാത്തിലും റജബിലൊക്കെ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ കൂടി നോക്കി. 2 മാസം മുമ്പുള്ള വാടകയല്ല, ഇത്ര കൂടിയിരിക്കുന്നത്. പക്ഷെ എന്താ നമുക്ക് ദൂരം ഓഹാരം കൊണ്ട് ചെയ്ത് കാണാൻ പോകാൻ ഒറ്റയ്ക്ക് പോകാൻ വരാം. ഇന്നലെ വരെ നമ്മളൊരു ലോ പാക്കേജ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ കുറെ ദൂരത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ കറങ്ങി പോണ വിമാനം അങ്ങനെയൊന്നുമില്ല. അവരിങ്ങോട്ട് പറയും ആകാശവാണി മതിയിട്ടോ, കൊച്ചിയിൽ നിന്ന് മതിയിട്ടോ. അതുകൊണ്ടാണ് നമ്മളൊക്കെ കോഴിക്കോട്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ 2 ഫ്ലൈറ്റാണ് നേരിട്ട് പോകുന്ന ഫ്ലൈറ്റ് ഇപ്പൊ കോഴിക്കോട് ജില്ലയ്ക്ക് സർവീസ് നടത്തുന്നത്. അത് ജനുവരിയിൽ നമ്മുടെ ഒരു 2 ട്രിപ്പ് അല്ലാത്ത ബാക്കി എല്ലാ ട്രിപ്പും ഇൻഡിഗോ ഫ്ലൈറ്റാണ്. ഒരു ട്രിപ്പ് ആകാശവാണി, ഒരു ട്രിപ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ്, ബാക്കി 8 ട്രിപ്പും ഇൻഡിഗോ. ഇൻഡിഗോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് സമയം കൃത്യമായി. മറ്റേതിന്റെ ഇടയിൽ ഒരു പ്രതിസന്ധിയൊക്കെ വന്നിരുന്നു. ഇൻഡിഗോയെ കുറിച്ച് നിങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും, പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാകും. അപ്പോ മുശാവറ, കൂടിയാലോചന, പിന്നെ അതൊക്കെ നിങ്ങൾ കഴിഞ്ഞു. പാസ്പോർട്ട് എടുത്തുകൊണ്ട് ഒരു ആരോട് ആലോചിക്കാതെ ആരും പറഞ്ഞ അനുഭവം പറയാൻ നിങ്ങൾ വെറുതെ പാസ്പോർട്ട് ദിവസം കൊണ്ടുവരുമല്ലോ. ഇതൊക്കെ അനുഭവം ഉണ്ടായിട്ട് തന്നെയാണ്. അനുഭവസ്ഥരോട് പറഞ്ഞു നമ്മൾ പോവുകയാണെങ്കിൽ ബാക്കി പോയി ഞങ്ങളെല്ലാം പോയത്. അപ്പൊ കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങൾക്ക് 3 ബാക്കിക്കാരെ ഇവിടെ കൂടെ പാസ്പോർട്ട് എടുക്കും. എന്തുകൊണ്ടാണ്? നന്നായിട്ടാണ്. നമ്മളെ കൊള്ള കിട്ടുന്ന ആൾക്കാരോടില്ല. നമ്മൾ ഈ പറഞ്ഞില്ലാതെ ചെയ്ത കാണിച്ചു കൊടുക്കണം. പറയുമ്പോ ഒന്ന് സൂക്ഷിച്ച് പറയാം, ഒരു പടി കമ്മിയാക്കി പറയാം. ചെയ്യുന്നോണ്ട് ഒരു പടി മുകളിലാക്കി ചെയ്താൽ ആൾക്കാർ തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കും. ആ ബന്ധം നിലനിൽക്കും. അപ്പോൾ സ്ഥാപനം നിലനിൽക്കും. ഇന്നത്തെ കാലഘട്ടത്തിലെ എന്തുമാത്രം മത്സരം ഈ മേഖലയിലൊക്കെ പൊടിയും വലിയും പൈസ മാക്സിമം കുറച്ചിട്ട് പരസ്യം കൊടുത്തിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ഒരു നിലവാരമില്ലാതെ പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് അൽഹംദുലില്ലാഹ് ജനുവരി 31-ാം തീയതി പോണേക്ക് പോലും പകുതി ആൾക്കാർ പോയി. 40 സീറ്റിലേക്ക് 20 ആൾക്കാർ. അതിക്ക് മാത്രമേ ആളാകാനുള്ളൂ. അതൊക്കെ ഏകദേശം പൊതുവാണ്. എന്താ അതുകൊണ്ടാണ് പറയുന്നത്? സർവീസ് നന്നാക്കി നമുക്ക് തരും. അതിനുള്ള കമ്പനിയിലേക്ക് നമ്മളോട് പോയി. നമ്മൾ ചോദിച്ചു താമസം ശരിയില്ല, ഭക്ഷണം ശരിയില്ല, ഉസ്താദ് ക്ലാസ് പറഞ്ഞ മാതിരി. അതെ, അത് നമ്മളെ നേരത്തെ വിസ എടുക്കാൻ കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ട്രൈ ചെയ്യും. പക്ഷെ ഇപ്പൊ ഒന്നും നടക്കില്ല. ഒക്കെ ബ്ലോക്കാണ്. ആകെ സിസ്റ്റം ബ്ലോക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആളെ പോകണമെന്നും ആയിട്ടില്ല. 17-ാം തീയതി ഞാൻ പോകണപ്പോ വിസ അടിച്ചല്ലോ. പക്ഷെ വിസ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് സുഖമായിട്ട് പിന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. ഒപ്പം അതിന് പറ്റുന്നില്ല. അതാ പ്രശ്നം. ചിലപ്പോ ഇനി ഓപ്പൺ ആവും ചെയ്യും കേട്ടോ. സിസ്റ്റല്ലേ, 1 മിനിറ്റോട് ചിലപ്പോൾ ഓപ്പൺ ആവും. അപ്പൊ സ്വീകരിക്കും, അപ്പൊ കിട്ടും ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയൊരു സൂചനയുള്ളത് കൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കാതെ മാത്രം എന്തിന് നിങ്ങൾക്ക് അതൊരു ആഘാതമാകാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല ആ പുണ്യങ്ങളെല്ലാം അതിനടക്കം
അതേപോലെ റൗള ശരീഫ് അടക്കം എല്ലാം നമുക്ക് ലഭ്യമാക്കി തരുന്നതാകട്ടെ. അതിനനുകൂലമായ അന്തരീക്ഷം പടച്ചറപ്പ് തുറന്നു തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. നിങ്ങൾ ദുആ ചെയ്യണം വിഷയത്തിൽ നിന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനി പിന്നെ നമ്മൾ ഉമ്രക്ക് വായിച്ചെടുക്കാൻ ചെലവാക്കുന്ന പൈസ നല്ലതാണ് പറയേണ്ടതില്ല. ഹലാലെന്നാണ്. നല്ല ഹലാലായ പൈസയുടെ ഹജ്ജിനും ഉമ്രക്കും നമ്മൾ ചെലവാക്കാൻ പാടില്ല. ഹറാമിന്റെ പൈസ ചെലവാക്കാൻ പാടില്ല. അത് ചെലവാക്കി പോയാൽ തന്നെ മലക്കളുടെ പിന്തുണയില്ല, അള്ളാഹുവിന്റെ കബൂലിയത്തുണ്ടാവില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ ഉമ്രക്ക് പോകുമ്പോൾ നല്ലൊരു സംഘത്തിന്റെ കൂടെ പോകണം, നല്ല ചങ്ങാത്തത്തിന്റെ കൂടെ പോകണം എന്നതാണ് മറ്റൊരു മര്യാദ. ഹജ്ജിനും ഉമ്രക്കും ഒറ്റക്കട് പോവുക അല്ല, രണ്ടാൾ പോവുക അല്ല. ഒരാളോ രണ്ടാളോ ഒറ്റക്ക് വഴിക്ക് പോകണം റസൂലുള്ളാഹിന് ഇഷ്ടമല്ല. ഒരാൾക്ക് എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും? അപ്പൊ മിനിമം നല്ലൊരു സംഘം 3, 30, 40, 50, 70 അങ്ങനത്തെ നല്ല ഒരു സംഘത്തിന്റെ കൂടെയാണ് നിങ്ങൾ ഉമ്രക്കും ഹജ്ജിനും പോണത്. ഇമാം നബവി തങ്ങൾ ഈ നായ രേഖപ്പെടുത്തിയതാണ്. ഈ നല്ല സംഘാണോ അല്ലേന്ന് എങ്ങനെ മനസ്സിലാക്കുക? സുൽബൂക്കല്ല, പോയ അനുഭവത്തിനോട് ചോദിക്കുക. ഇപ്പൊ മക്കയിലൂടെ ഇപ്പൊ ഈ മാസം പോയി വന്നവര് 100 കണക്കിനുണ്ട്. അവർക്ക് നമ്പറോട് ഉപയോഗിച്ച് കിട്ടും. നമ്മൾ ചോദിച്ചു നോക്കുക, എങ്ങനെയുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവരും പറയുക. അതന്നെയാണ് നല്ല സംഘത്തിന്റെ ലക്ഷണം. അങ്ങനത്തെ ഒരു സംഘത്തിന്റെ കൂടെയാണ് പോകേണ്ടത്. എന്താണ് ഈ സംഘത്തിന്റെ ലക്ഷണം എന്നറിയോ? ഈ സംഘത്തിൽ പോകുന്നവരുടെ കടമ എന്താണെന്നറിയോ? അതായത് ഈ സംഘം നല്ല കാര്യങ്ങളൊക്കെ കൽപ്പിക്കും, ചീത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെ വിരോധിക്കും. അത് പാടില്ല, ഇത് ചെയ്യണം, ഇത് ചൊല്ലണം, ചൊല്ലിത്തരും. ഒരാൾ മറന്നാൽ ഓർമ്മയാക്കി കൊടുക്കും. ഓർമ്മകൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് താങ്ങി കൊടുക്കും, സഹായിച്ചു കൊടുക്കും. ഈ നിലക്കുള്ള ഒരു സംഘം നിങ്ങളുടെ യാത്രക്ക് വഴി നിങ്ങൾ തെരഞ്ഞെടുക്കണം. പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അടങ്ങിയ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന സംഘമാണെങ്കിൽ അതിന് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളൂ എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ട്രിപ്പിലും, അത് 35 ആണെങ്കിലും 40 ആണെങ്കിലും 50 ആണെങ്കിലും, ചില ട്രിപ്പിൽ 80, 70 ഒക്കെ പോകും. അപ്പൊ 2 അമീറന്മാരെ വെക്കും, ഒരു ബസ്സുക്ക് അമീറിനെ വെക്കും. മറ്റേ നോട്ടത്തൂലല്ലോ, ആൾക്കാർക്ക് വിഷമം വരാൻ പാടില്ലേ. 35, 40 ഒക്കെ ഒരാൾ തന്നെ മതിയല്ലോ, ഒരു ബസ്സല്ലേ ഉള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ മദീനത്ത് പോലെ 80 ആളുണ്ട്, 2 ബസ്സുണ്ട്. അപ്പൊ സൈദലി ഉസ്താദുണ്ട്, ഒരു ബസ്സിൽ ബസ്താവുണ്ട്, 2 അമീറന്മാരുണ്ട്. ഇനിയിപ്പോ ഈ അടുത്ത മാസം 19 വരാണത് നമുക്ക് 70 പേരുണ്ട്. അപ്പൊ 2 ബസ്സുണ്ട്, 35, 35, 2 അമീറന്മാരുണ്ടാവും. ബാക്കിയിലൊക്കെ 5-ാം തീയതി യൂണിസ് പൈസ, 10-ാം തീയതി കെരീം പൈസ, പിന്നെ ചാന്ദിന് ഇല്ലാസ് പൈസ, ചാന്ദിന് ഞാന്, ചാന്ദിന് സൈദ് ഉസ്താദ്, വേറെ ചാന്ദിന് സഹോദരിയത്, യമാൻ, ഇങ്ങനെ വ്യത്യസ്ത അമീറന്മാര്. ആരും പരിചയമില്ലാത്തവരില്ല, അറിവില്ലാത്തവരില്ല. ഒക്കെ ഈ രംഗത്ത് അറിവ് മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, പരിചയം കൂടി വേണം. ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കിതാബ് ഓതി പഠിച്ച ഇന്നും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇതെങ്ങനെ എഴുതാൻ പോയ ഒടുക്കാത്ത ആൾക്കാരെ കൊണ്ട് കറങ്ങാൻ പാടില്ലല്ലോ. അപ്പൊ അല്ല, എക്സ്പീരിയൻസ് ഉള്ള, വിവരവുമുള്ള, പരിചയ സമ്പത്തുള്ള നേതൃത്വമാണ് ഇൻഷാ അല്ലാഹ്. കഥകൾ അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ ഈ പറയുന്നത് എതിരായിട്ട് വല്ല പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയും, ഞാൻ ഏറ്റവും ഉസ്താദ് ശരിയില്ല, നിങ്ങൾ പരിചയമുള്ള ഉസ്താദാന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത ഉസ്താദിനെ ഞങ്ങളൊപ്പം കുട്ടികളെ നിങ്ങൾ ആകെ കുടുങ്ങി ആ ഉസ്താദിനൊന്നും അറിയില്ലാതെ നമ്മളോട് പറയില്ല. കാരണം അതിനുള്ള ഇടകൾ വരുത്തൂല, നമ്മൾ ശ്രദ്ധിക്കും. അതേപോലെ താമസം എന്നൊക്കെ നടന്ന് നമുക്ക് വരാൻ പറ്റുന്ന ദൂരം ഉണ്ടാവുള്ളൂ പറഞ്ഞാൽ 1.5 കിലോമീറ്റർ ദൂരങ്ങളെ കൊണ്ടിടുക, അത് പരാതിയാണ്. ഭക്ഷണം കിട്ടാതിരിക്കുക, അങ്ങനൊന്നും വരില്ല. പിന്നെ വിമാനം വൈകുക, ബസ് ചിലപ്പോൾ വൈകുക, അത് സ്വാഭാവികം. അത് ഗ്രൂപ്പിന്റെ ഒരു പരാതിയായിട്ട് വിളിക്കരുത്. അപ്പൊ ബസ് 7 മണിക്കൂർ കിട്ടോ, എല്ലാവരും 7 മണിക്കൂർ കുറിച്ച് റെഡിയായി നിൽക്കണേന്ന് പറയും. അപ്പൊ ബസ് വരാൻ റെഡിയാവും. ഇപ്പൊ നമുക്ക് സാഹചര്യമാണ്. വിമാനം 5:25 പോകുന്നവരെ ചിലപ്പോൾ ശരിയാകാം. അല്ലാതെ നമ്മുടെ വീഴ്ച എന്ന് പറയാൻ നേരത്തെ വിസ ആകാതിരിക്കുക, ടിക്കറ്റ് ആകാതിരിക്കുക, താമസം ഇല്ലാതിരിക്കുക, ഭക്ഷണം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഉള്ള താമസവും ഭക്ഷണം മോശമാകുക, അതൊക്കെയാണ്. അതൊരിക്കലും വരില്ല. നിങ്ങൾ ബാക്കി പോയാൽ ഒരിക്കലും പറയില്ല. ഇന്നേവരെ 21 കൊല്ലമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ഈ രംഗത്തുള്ള കാലത്തോളം അങ്ങനെ തന്നെ നല്ല നിലയ്ക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. ദുആ ചെയ്യണം. പിന്നെ ഉംറക്ക് പോകുന്നവർ ഉംറയെ കുറിച്ച് പഠിക്കുക, അതാണ് ആമുഖങ്ങളിൽപ്പെട്ട മറ്റൊരു കാര്യം. പഠിക്കണം. ആ പഠനത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ ഈ ക്ലാസ്, ഈ സംഗമം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഉംറ, ഞാൻ ഉംറ
ചെയ്യുന്നത് വരെയുള്ള വിഷയം ദിക്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇതാണല്ലേ ഈസി എന്ന് നിങ്ങളെ മനസ്സാക്ഷി പറയും, ഇല്ലെങ്കിൽ പറയും. പിന്നെ പുസ്തകം തരുന്നുണ്ട്. ഇന്ന് പോകുന്നവരൊക്കെ ഇതിന്റെ നമ്മുടെ ഓഫീസിന്റെ അടിയിലാണല്ലോ. ഇതിന്റെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവരും പുസ്തകം വാങ്ങാം. അപ്പൊ അടുത്തടുത്ത് പോകാനുള്ളവർ ബാഗും മഫ്തി അതും വാങ്ങിക്കോളൂ കേട്ടോ. ഈ മാസം ഈ ഡിസംബറിൽ പോകാനുള്ളവരൊക്കെ ബാഗും മഫ്തിയും പുസ്തകവും വാങ്ങിക്കോളൂ. ജനുവരിക്കുള്ളവരൊക്കെ ബാഗ് ഉണ്ടോ എന്ന് ചോദിക്കാം. ചിലപ്പോൾ ബാഗ് അടിച്ചത് വന്നത് കഴിഞ്ഞിട്ട് അപ്പൊ ഇന്ന് ബാഗ് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്, എത്ര ഇറക്കിയിട്ടുണ്ട് എനിക്ക് അറിയില്ല. അപ്പൊ ജനുവരി പോകുന്നതിന് പിന്നെ ക്ലാസ് ഉണ്ടാകും. അപ്പോ പിന്നെ ബാഗും മഫ്തി പോകാൻ മതി. അതിന് മുമ്പുള്ളവരുടെ ബാഗും മഫ്തി പുസ്തകവും വാങ്ങാം. പുസ്തകം നോക്കി മനസ്സിലാക്കാം. ഇന്നലെ ഞാനേ രാവിലെ രാമനാട്ടുകര സ്ഥലത്ത് ക്ലാസ്സിൽ പോയിട്ടോ. അപ്പൊ രാമനാട്ടുകര ഞാൻ ക്ലാസ്സിൽ പോയപ്പോ അതിന് മുമ്പ് ക്ലാസ് എടുത്തിരുന്നു 5 ദിവസം മുമ്പ്. അപ്പൊ ഞാൻ ആ ക്ലാസ്സിലെടുത്ത വിഷയങ്ങളെ കുറിച്ചൊക്കെ ഞാന് ഇവരോട് ചോദിക്കുമ്പോൾ ഒരു മണിമണിയായിട്ടുള്ള ഉത്തരം പറയാം. 1-ാം റക്അത്തിൽ ഏത് സൂറത്താ പറഞ്ഞത് ഇന്നത്, 2-ാം റക്അത്തിൽ ഏതാ ഇന്നത്, നീയത്ത് എങ്ങനെ ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് ഭയങ്കര ആവേശം. അപ്പൊ ഞാൻ ചോദിച്ചോളൂ, കഴിഞ്ഞ ക്ലാസ്സുകൾ ആരും മറന്നിട്ടില്ലല്ലേ? അപ്പൊ സ്ഥലം ക്ലാസ് മറക്കായിട്ടല്ല, പക്ഷെ നിങ്ങൾ ആ പുസ്തകം ഉണ്ടല്ലോ, ഞങ്ങളത് നോക്കി കുത്തിരിക്കലല്ലേ ഞങ്ങളെ പണി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാവരും പുസ്തകം വാങ്ങിയിട്ട് പോകണം. എത്താം നിങ്ങൾ ഇവിടേക്ക് പോരാത്തവരാണെങ്കിൽ ഓരോ പുസ്തകങ്ങൾ വിട്ടുകൊണ്ടേ വാങ്ങിച്ചിരിക്കും. അതല്ലാതെ പെർഫെക്റ്റാണ്. അതിന്റെ കൂടിയാക്കാൻ കൊടുക്കണം, പൈസ ഒന്നും കൊടുക്കണ്ട. ഇവിടെ ഉമ്മയുടെ ക്ലാസ്സിൽ വന്നവര് ഞാനീ പറഞ്ഞ വിഷയം ലളിതീക്കാരം. ഞാൻ വിശാലമായി കിട്ടാൻ പറഞ്ഞ മാതിരി ക്ലാസ് എടുക്കൂല. നിങ്ങൾ ചെയ്യേണ്ട അമൽ ചെയ്യേണ്ടതുപോലെ ചുരുക്കിയേ പറയുള്ളൂ. ഇപ്പൊ വിശാലമായി പുസ്തകത്തിലുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സന്തോഷത്തിന് അതുകൂടെ കൊണ്ടുപോയി നോക്കിയാൽ ഒന്നുകൂടി ചെയ്യുന്ന അമലിനെ കുറിച്ചുള്ള ദൃഢത കൈവ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉംറക്കോ ഹജ്ജിനോ വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ തർക്കിച്ച് പേശി പറഞ്ഞ് അങ്ങോട്ട് തർക്കിച്ച് വാങ്ങാതിരിക്കാനുള്ള ഒരു മര്യാദ ഉണ്ട്. വലിയ ബാഗ് നിങ്ങൾ വാങ്ങണ്ട, നമ്മൾ തരും. ചെറിയ കൈ ബാഗ്, ഹാൻഡ് ബാഗ് നമ്മൾ തരും. പിന്നെ പെണ്ണുങ്ങളുടെ ഐഡന്റിറ്റി മൊത്തം നമ്മൾ തരും. എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡും തരും. നിങ്ങൾ ആളുകൾക്ക് വാങ്ങേണ്ടത് മുമ്പ് മുമ്പ് പോയ ഇഹ്റാമിന്റെ വസ്ത്രം ഉണ്ടെങ്കിൽ അതന്നെ മതി. അല്ല ആദ്യമായിട്ട് പോകുന്ന പുരുഷന്മാരാണെങ്കിൽ ഇഹ്റാമിന്റെ 2 ജോഡി വസ്ത്രം വാങ്ങണം. ബാക്കിയൊന്നും പുതിയത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അതുകൂടെ കൊണ്ടുപോയി നോക്കിയാൽ ഒന്നുകൂടി ചെയ്യുന്ന അമലിനെ കുറിച്ചുള്ള ദൃഢത കൈവ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.